ഗവൺമെൻറ് പോയി UDF ഗവൺമെൻറ് വന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും വശീകരിക്കുന്ന രീതിയിലുള്ള, സ്ത്രീകളെയൊക്കെ വശീകരിക്കുന്ന രീതിയിലുള്ള ഒരു വാഗ്ദാനമാണ് KSRTCയിൽ ഫ്രീ എന്നുള്ളത്. ആർക്ക് ഫ്രീ? സ്ത്രീകൾക്ക്. എന്താ അഭിപ്രായം? അത് KSRTC എല്ലാ സ്ത്രീകൾക്കും എല്ലാവർക്കും ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുക പറഞ്ഞാൽ ഇതാണ്. പക്ഷേ നമ്മൾ ഈ KSRTC കുറേ ഇതുണ്ട്. സൂപ്പർ ക്ലാസ് ഉണ്ട്, ബിസിനസ് ക്ലാസ് ഉണ്ട്, അങ്ങനെ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. ഇതിലൊക്കെ സ്ത്രീകൾക്ക് സൗകര്യമായിട്ട് കൊടുക്കുക പറഞ്ഞാൽ KSRTC നഷ്ടത്തിലായി പോവില്ല. ഇപ്പം കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ടിക്കറ്റ് ഒരു ബസ് സ്ത്രീകൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 500 രൂപ അടുപ്പിച്ചാവും. അപ്പോൾ ഇത്രയും പൈസ സ്ത്രീകൾക്ക് സൗജന്യമായി കൊടുക്കുക പറയുമ്പോൾ ഇതുവരെ KSRTC എല്ലാം മെച്ചപ്പെട്ട് പഴയ സ്റ്റൈലിൽ നിന്ന് ഇപ്പോൾ മെച്ചപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ KSRTC ആദ്യം തകർച്ചയിലേക്ക് പോകുമെന്നുള്ളൊരു ഭയം ഇപ്പോഴുണ്ട്. പഴയ KSRTC ഇപ്പോഴത്തെ KSRTC ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ മന്ത്രി KB ഗണേഷ് കുമാർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തകർച്ചയിലേക്ക് പോകുമെന്നുള്ളത് തന്നെ ഭയമുണ്ട്. ഇപ്പം അതാണ് പറയാനുള്ളത്. ഇപ്പം രക്ഷപ്പെട്ട് വരികയെന്ന്, ജീവൻ വെച്ച് വരികയെന്ന്, ആ ജീവൻ വെച്ച് വന്നെടുക്കുന്ന ആദ്യം തകർന്നു പോകുമെന്നുള്ളൊരു ഭയം, ഉൾഭയമുണ്ട്. അതൊരു ശരിയായ നിലപാടല്ല. കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കാണ്ടിരിക്കുക. ഇത് വിജയിക്കുന്നുള്ള ഉറപ്പുണ്ടോ? വിജയിക്കുന്ന ഉറപ്പില്ല. യാതൊരു ഉറപ്പും ഇത് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇലക്ഷനിൽ വിജയിക്കാൻ വേണ്ടി മാത്രമുള്ള ഇലക്ഷനിൽ വിജയിക്കാൻ വേണ്ടി മാത്രം ഒരു വാഗ്ദാനങ്ങൾ മാത്രമാണ്. അല്ലെങ്കിൽ പൊതുവെ എല്ലാവരും കല്ലിട്ട് പോകാന്നുള്ളതല്ലോ, വിജയിച്ചിട്ട് ഇതൊന്നുമില്ലല്ലോ. അത് പറയാനില്ല. ഭരണം കിട്ടേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വാഗ്ദാനം അതാണെന്ന് പറയാം. ഞാൻ ചോദിക്കാം. കഴിഞ്ഞ LDF ഗവൺമെൻറ് LDFിൻ്റെ ഭരണം മാറി UDFിൻ്റെ ഭരണം വന്നു. അവർ ഒരു വലിയ വാഗ്ദാനമാണ് ജനങ്ങളെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ജനങ്ങളെ മുന്നിൽ എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ മുന്നിൽ KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ ആണ് യാത്ര എന്നുള്ളത്. എന്താ അഭിപ്രായം? എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് ഇവരോട് ശരിക്കും പറഞ്ഞാൽ അവരൊരു മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ജനങ്ങളെ എങ്ങനെ പറ്റിക്കാമെന്നുള്ള രീതിയിൽ. അതായത് സ്ത്രീകൾക്കിപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ടിക്കറ്റ് വന്നു എന്നുള്ളത്. അത് 1-2 മാസം വരെ നീണ്ടു വെക്കും. പിന്നെ KSRTC നാശനഷ്ടങ്ങളിലേക്ക് വരും. സ്ത്രീകൾക്ക് സുരക്ഷ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മാത്രം കയറും മാത്രമല്ല, പുരുഷന്മാരും കയറൂലേ. ഇപ്പോൾ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഭർത്താവിന് ഈ സ്ത്രീയുടെ പൈസയും കൂടി ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന രീതിയിലായിരിക്കും വരാൻ. അങ്ങനെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പിന്നെയുള്ളത് ഇവരുടെ വലിയൊരു വാഗ്ദാനമാണ് വണ്ടി മോഡിഫിക്കേഷൻ. ഇപ്പോൾ ചെറുപ്പക്കാരെല്ലാം വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യേണ്ടത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടികളെല്ലാം പിടിച്ചു വെക്കുക, മോഡിഫിക്കേഷൻ വണ്ടി പിടിച്ച് ഇങ്ങനെയുള്ള പച്ചയായ നുണ പറഞ്ഞ് അധികാരത്തിൽ കയറിയവരെ നമ്മൾ പിന്നെ എന്താ പറയേണ്ടത്? പിന്നെ മറ്റൊന്നാണ് എല്ലാ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും മാസം 1000 രൂപ, പിന്നെ 3000 രൂപ പെൻഷൻ. ഈ 18 മാസം ഈ 600 പെൻഷൻ 18 മാസം കുടിശ്ശികയായി വെച്ചവർക്ക് ഈ ഒരു 3000 രൂപ കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. ഒരു ബോധമുള്ളവരാണെങ്കിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കുകയില്ല. അതോടൊപ്പം തന്നെ 3000 രൂപ പെൻഷൻ കൊടുക്കാമെന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന ജനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാർ. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടെ എന്താ പറയുക ഈ പറയുന്ന കോൺഗ്രസിനെ ഭരണത്തിൽ കൊണ്ടുവന്നപ്പം തന്നെ നമ്മൾ കാണുന്ന ഒരു വലിയൊരു കാര്യം, ഈ ഒരു 10 ദിവസമായിട്ട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഇവർക്ക് സാധിച്ചില്ല. ഒരു 10 ദിവസം, അതായത് ഇപ്പം നമ്മൾ എന്താ പറയുക സ്വന്തം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സമരം ചെയ്യുന്ന സമയത്ത് ഇവർ സമരം ചെയ്യുന്ന സ്വയം ഒരാളെ തിരഞ്ഞെടുക്കേണ്ടി. ഒരു ഗ്രൂപ്പ് KCക്ക് വേണ്ടിയിട്ട്, RCക്ക് വേണ്ടിയിട്ട്. KC ആണ് വലുത്, RC ആണ് വലുത്, അല്ലെങ്കിൽ VD സതീശാണ് വലുത്. VD സതീശ് എന്ന് പറയുന്നത് ഒക്കെ അവരുടെ അഭ്യന്തര കാര്യമാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഞങ്ങൾക്ക് അറിയേണ്ടത് സ്ത്രീകൾക്ക് KSRTCയിലുള്ള ഫ്രീ എത്രമാത്രം KSRTCക്ക് ഗുണം ചെയ്യും. അത് KSRTC വലിയ നാശനഷ്ടങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതാണ് നിങ്ങളുടെ അഭിപ്രായം? അതാണ് എൻ്റെ അഭിപ്രായം.